തനൂജയെ സിദ്ധുവിന് അറിയാം അല്ലേ? അറിയാം. അടുത്ത ചോദ്യം അവൾ ആരാന്നാവും. ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് പറയാം. ആദ്യം പറയുന്നത് പ്രഭയോട് തന്നെ ആയിരിക്കും. അതുപോലെ അതൊക്കെ ഒഴിഞ്ഞു മാറാനുള്ള നന്ദ വേണ്ട. ഒഴിഞ്ഞു മാറാനുള്ള കാര്യമല്ല, സിദ്ധു പറയും. ഈ പ്രഭയോട് തന്നെ പറയും. സിദ്ധുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഹരിയേട്ടൻ ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ. ഞാനൊരു സ്ഥലം വരെ ഒന്ന് പോവുക. എങ്ങോട്ടാ അമ്മേ? അത് നീ എന്തിനറിയണം? നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞിരുന്നോ എങ്ങോട്ടാ പോകുന്നതെന്ന്? തനുജയുടെ വീട്ടിലേക്കാണോ പോകുന്നത്? അവളും ഞാനുമായിട്ട് എന്താ ബന്ധം? ഞാനെന്തിനാ അവളുടെ വീട്ടിൽ പോകുന്നത്? അമ്മ എങ്ങോട്ടാ പോകാൻ പോകുന്നേ? പറയാൻ നന്ദാ, പറയാം. ഹരിയേട്ടാ, നിങ്ങളിരിക്കെ. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി വന്നതിനും സംസാരിച്ചതിനും താങ്ക്സ്. അങ്കിൾ ചായ കുടിച്ചില്ല? പ്രഭ ഇതെവിടെ പോകുന്നതായിരിക്കും? മാഡം, ഞാൻ ഈ കുട്ടിയെ വിളിച്ചൊന്ന് വാൺ ചെയ്താ പോരെ? കേസ് എടുക്കണമെന്ന് നിർബന്ധമാണോ? കേസ് എടുക്കുക തന്നെ വേണം. അവളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണം സർ. ഈ പരാതിക്ക് കൃത്യമായ തെളിവുകൾ തരാം. സാക്ഷികളുമുണ്ട്. അതറിയാം. പരാതി ശക്തമാണ്. നടപടിയും എടുക്കാം. പിന്നെന്താ സർ? തനൂജയെ അറസ്റ്റ് ചെയ്ത് കോടതി നടപടികളിലേക്ക് നീങ്ങിയാൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവും. സിദ്ധാർത്ഥ സാറിനെ പോലെ ഒരാൾക്ക് അത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഉണ്ടായതിലും വലിയ ഡാമേജ് ഒന്നും ഇനി ഉണ്ടാവാനില്ല സർ. ജഡ്ജി ഹരികൃഷ്ണൻ സാറിനെ അറിയാലോ. എന്റെ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മുൻപിൽ വച്ചാണ് എന്റെ ഭർത്താവ് നിരപരാധിത്വം വെളിപ്പെടുത്തിയത്. അത് സത്യമാണെന്ന് എനിക്കും ബോധ്യപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവിടുന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. സർ, ഈ പരാതിയിൽ നടപടി സ്വീകരിക്കണം. ഞങ്ങൾക്ക് സമാധാന ജീവിതം കിട്ടാൻ വേണ്ടത് ചെയ്യണം. മാഡം, പരാതി തരുന്ന കാര്യം സിദ്ധാർത്ഥ സാറിനെ അറിയിച്ചോ? ആരെയും അറിയിച്ചിട്ടില്ല. ഇനിയേ അറിയുള്ളൂ. ഇതുവരെ സിദ്ധുവിനെയും സംരക്ഷിച്ച് കൈയും കെട്ടി നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പൊ കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ഇനിയും മറച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മാഡത്തിന്റെ പരാതിയിൽ എല്ലാം വ്യക്തമാണ്. ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞിട്ടുമുണ്ട്. അതെ, തനൂജ് എന്ന പെൺകുട്ടി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്റെ ഭർത്താവിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കുന്നു. ചന്ദ്രോത്ത് എന്ന എന്റെ സ്വന്തം വീട്ടിലും മകളുടെയും മരുമകളുടെയും വീടുകളിലും കടന്നു കയറി ചെന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച് അവരെ ഭയപ്പെടുത്തുന്നു. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എന്റെ സൽകീർത്തിക്ക് കോട്ടം വരുന്ന രീതിയിൽ പെരുമാറുന്നു. ജീവഭയമുണ്ട്, മാനസികമായി പ്രയാസമുണ്ട്. അപ്പോ കേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാലല്ലേ? സംശയിക്കണ്ട, ഞാൻ പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. ശരി മാഡം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.